അടുത്തതായി ദേവസ്വം ഭാരവാഹികൾ സ്വീകരണം നൽകാനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ രമാദേവി ടീച്ചറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അരുൺ കുമാർ സാറിൻ്റെ അമ്മയായ രമാദേവി ടീച്ചറിനെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കാൻ ടീച്ചറിനെ പ്രസിഡന്റ് ദിലീപ് കുമാറിനെ ക്ഷണിക്കുന്നു. സാറിനെ പൊന്നാട അണിയിക്കുവാൻ പ്രസിഡന്റ് ദിലീപ് കുമാറിനെ ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീലാൽ മേനോനെ പൊന്നാട അണിയിക്കുവാൻ ക്ഷണിക്കുന്നു. അടുത്തത് മനു മോഹനെ പൊന്നാട അണിയിക്കാൻ ക്ഷമിക്കുന്നു. നന്ദഭവൻ ഭജൻസിലെ കലാകാരന്മാരെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് കമ്മിറ്റി അംഗം ശ്രീ ഹരി എസ് മാളികയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവെക്കാൻ നന്ദഭവൻ ഭജൻസിലെ പ്രിയപ്പെട്ട കലാകാരൻ മനു മോഹനെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുവാൻ മനു മോഹൻ. അടുത്തതായി നന്ദവും ഭജൻസിലെ പ്രിയപ്പെട്ട കലാകാരൻ അഭിജിത്തിനെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഖജാൻജി രാജേഷ് എസ് നായർ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവേറ്റു വാങ്ങാൻ വേണ്ടിയിട്ട് അഭിജിത്ത് അവർകളെയും സാദരം ക്ഷണിക്കുന്നു. അഭിജിത്ത് അവർക്ക് കമ്മിറ്റി അംഗം ശ്രീ വേണുഗോപാൽ അവർ ഉപഹാരം നൽകുന്നു. നന്ദവും ഭജൻസിലെ പ്രിയപ്പെട്ട കലാകാരൻ ഹരിരാജ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഹരിരാജൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി പ്രിയപ്പെട്ട കമ്മിറ്റി അംഗം സുധീർ സി എൻ ചാലായിൽ അവർ ക്ഷണിക്കുന്നു. ആദരവേറ്റു വാങ്ങാൻ ഹരിരാജ് അവർ. ദേവിയുടെ ഉപഹാരം കമ്മിറ്റി അംഗം ശ്രീ രവീന്ദ്ര മേനോൻ ചേലാട്ടമറ്റത്തിൽ നൽകുന്നു. അടുത്ത ഹരികൃഷ്ണൻ കെ അവർ. നന്ദവും ഭജൻസിലെ പ്രിയപ്പെട്ട കലാകാരൻ ഹരികൃഷ്ണൻ കെ അവർകളെ ആദരവേറ്റുവാൻ വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവേറ്റ് നൽകുന്നതിനായി കമ്മിറ്റി അംഗം ശ്രീ ബാലചന്ദ്രൻ പറമ്പുവേലി അവർകളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത് നന്ദവും ഭജൻസിലെ ഹരികൃഷ്ണൻ വി അവർകളെ ആദരവ് നൽകുന്നതിനായി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി രവീന്ദ്ര മേനോൻ അവർകളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരികൃഷ്ണൻ വി അവർ. അടുത്ത രാജേഷ് ജെ അവർകളെ ആദരവ് ഏറ്റുവാങ്ങാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്ന കമ്മിറ്റി അംഗം മധു ബാലകൃഷ്ണൻ അവർകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത നന്ദവും ഭജൻസിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തി നമ്മുടെ മാനേജർ ഉണ്ണികൃഷ്ണൻ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്നതിനായി രമാദേവി ടീച്ചർ അവർകളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദഗോസിലെ മാനേജർ ഉണ്ണികൃഷ്ണൻ അവർ ആദരവ് ഏറ്റുവാങ്ങുന്നു.
നന്ദവും ഭജൻസിലെ പ്രിയപ്പെട്ട കലാകാരൻ വിഷ്ണു, മൃദംഗിസ്റ്റായിട്ടുള്ള വിഷ്ണു അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആ ആദരവ് നൽകുന്നതിനായി സെക്രട്ടറി KP സഹദേവൻ അവർകളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മൃദംഗേഷ് വിഷ്ണു അവർകൾ ഇതാ ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നു. അത് നൽകുന്നതിനായി സെക്രട്ടറി KP സഹദേവൻ അവർകളെയും ക്ഷണിക്കുന്നു. നന്ദനം ഭജൻസിലെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് ജയകൃഷ്ണൻ അവർകളെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി സാദരം ക്ഷണിച്ചു വന്നു. അത് നൽകുന്നതിനായി ഹരി S മാളിക അവർകളെയും ക്ഷണിക്കുന്നു. സംഗീതത്തിന്റെ നിർവ്വഹണത്തിൽ എത്തിച്ച വയലിനിസ്റ്റ് ഹരികൃഷ്ണൻ അവർകൾ ആദരവ് ഏറ്റുവാങ്ങി. ഡോയിന്റെ കലാകാരൻ മനീഷ് നായർ അവർകളെ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി പ്രിയപ്പെട്ട കമ്പനിയും സുധീർ CN ചാലാൽ അവർകളെ ക്ഷണിക്കുന്നു. ഡോയിന്റെ കലാകാരൻ ഋതംപാട് അവതരിപ്പിച്ച ബിബിൻ അവർകളെ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി ഗോപകുമാർ ചാലായിൽ അവർകളെയും സാദരം ക്ഷണിച്ചുള്ളൂ. നന്ദവും മനസ്സിലെ സുപ്രധാന ഭാഗമാണ് കീബോർഡ്. ആ കീബോർഡ് വായിച്ച സിദ്ധാർത്ഥ അവർകളെ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി രാജേഷ് S നായർ അവരെയും സാദരം ക്ഷണിക്കുന്നു. നന്ദവും ഭജൻസിലെ എല്ലാ പ്രിയപ്പെട്ട കലാകാരന്മാരും ഈ ഒരു സ്റ്റേജിന്റെ മുമ്പിലേക്ക് ഒന്ന് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദവും ഭജൻസിലെ എല്ലാ കലാകാരന്മാരും ഒന്ന് സ്റ്റേജിലേക്കൊന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കടന്നു വരിക.
സൈഡിൽ കൂടെ അവിടെ ഇറക്കും, ഒരു സൈഡിൽ കൂടെ ഇരിക്കുന്നവരെ ഇറക്കും. നടക്കാൻ പറ്റില്ല.